എൻജോയ് ദിസ് മൊമെന്റ് പ്രണവ്, ഇത് നിനക്കുള്ളതാണ്, നീ എൻജോയ് ചെയ്യൂ. ഈ പടത്തിൽ നിനക്ക് അങ്ങനെ ചാടലോ വെട്ടലോ കുത്തലോ അധികമൊന്നും ഉണ്ടാവത്തില്ല. കോമഡി തന്നെയാണ് താല്പര്യമുള്ളൊരു. അതെ, പക്ഷെ നമുക്ക് ഇതുവരെ കോമഡി ആരും തന്നിട്ടില്ല. ഗിറ്റാറായിട്ടോ ഒരു കളർഫുൾ ഡ്രസ് ഇട്ടിട്ടോ ഒരു റൊമാൻറ്റിക് ബോയ് ആയിട്ടോ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ റെസ്പോൺസ് കിട്ടില്ല. ഇതേ ഞാൻ ഇച്ചിരി ബ്ലഡ് ഒക്കെ മേത്താക്കിയിട്ട് ഒരു കത്തിയൊക്കെ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വൻ റെസ്പോൺസ് ആയിരിക്കും. എനിക്ക് തളപതിയെ പറ്റി ചോദിച്ചേ പറ്റൂ, കാരണം ഐ എം എ ഹാർഡ് കോർ തളപതി ഫാൻ. ഡെയിലി വിജയ് സാറിന് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി വിജയ് സാറിനെ കാണാൻ പോകുന്ന ആ ഒരു മൂഡിലാണ് പോകുക. ലോകേഷ് സാർ എൻ്റെ മെന്ററാണ്, ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു നെപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളുടെ സ്ട്രഗിൾ ആണ് സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സ്ട്രഗിൾ. ഇവിടം വരെ നീ എത്തിയില്ല, ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് പറയുന്ന എന്നോട് വയലൻസ് പറ്റി ഉണക്ക് തെരിയുള്ളവരെന്ന് പറഞ്ഞു. എന്നോട് വയലൻസ് പറ്റി ഉണക്കും തെരിയില്ല മച്ചി എന്ന് പറഞ്ഞു. നമ്മളൊരു മലയാളിയായിരുന്നിട്ട് നമുക്കൊരു മലയാള സിനിമ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിങ്ങൽ എപ്പോഴും വർഷമായിട്ടും. അവരുടെ പാത്രത്തിൽ കഞ്ഞിയും പയറും, ഇവരുടെ പാത്രത്തിൽ കോഴിക്കാലും മട്ടൻ ചാപ്സും. വിട്ടില്ല ഞാൻ, കാലേ പിടിച്ച വള്ളിയെ പോലെ ഇങ്ങനെ വിട്ടില്ല ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും മാഡിസൺ ഡിജിറ്റലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു യങ് ആർട്ടിസ്റ്റാണ്, ഒരു അപ്കമ്മിങ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കലാകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രണവ് തിയോഫൈൻ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ആദ്യം തന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഒരു മണ്ടത്തരാണെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ ആരാണ് തിയോഫൈൻ? തിയോഫൈൻ എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കൗതുകമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പറയുവാണെങ്കിൽ ഇതൊരു സെയിൻറ്റിൻ്റെ നെയിമാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ അങ്കിളാ പ്രണവ് എന്ന് പേര് വെച്ചത്. പുള്ളിക്കാരൻ ഒരു ലാലേട്ടൻ ഫാനായിരുന്നു. അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് ഓൾമോസ്റ്റ് 1 വർഷം മുന്നേ എങ്ങാണ്ടാണ് പ്രണവ് മോഹൻലാൽ ജനിച്ചത്. അപ്പോൾ ആ ഒരു പേരെടുത്ത് എനിക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തിയോഫിൻ വന്നത് എൻ്റെ മുത്തശ്ശി എനിക്ക് ചെറുപ്പത്തിലെങ്ങാനും പാടില്ലാണ്ടായപ്പോൾ ഒരു നേർച്ച നേർന്നിട്ട് സെയിൻറ്റിൻ്റെ പേരിട്ട് ഇട്ടു എന്നുള്ളൂ. അങ്ങനെയാണ് പ്രണവ് തിയോഫിൻ എന്നുള്ള പേര്. ഇപ്പോൾ പുതിയ സിനിമ DC ആണ് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എല്ലാവരും നല്ല, ഇപ്പം ഞാൻ ഒരുപാട് ഞാനിങ്ങനെ റിവ്യൂസ് വായിക്കുന്ന ആളാണ്. അപ്പം എല്ലാ റിവ്യൂസിലും പ്രണവ് ഡിഡ് എ ഗുഡ് ജോബ് എന്നിങ്ങനെ മിക്ക റിവ്യൂസിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് മറ്റ് പ്രതികരണങ്ങൾ, എങ്ങനെ പോകുന്നു സിനിമയുടെ കുറച്ച്? എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസാണ് ആക്ച്വലി കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു സിനിമ ചെയ്ത് അത് ഒരു സക്സസ് ആകുന്ന സമയത്ത് ധാരാളം മലയാളം ഓഡിയൻസ് അല്ലെങ്കിൽ മലയാള പ്രേക്ഷകർ നമ്മളെ തിരിച്ചറിയുകയും നമുക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു തമിഴ് സിനിമയാണ് ഞാൻ ചെയ്തത്. ഞാനപ്പോൾ ലോകേഷ് സാർ ആയതുകൊണ്ട് അത്യാവശ്യം ആളുകൾ കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും ആളുകൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് റീസെൻ്റ്ലി ഗുജറാത്തിൽ നിന്ന് ഒരു ബ്രദർ മെസ്സേജ് ചെയ്തായിരുന്നു. എനിക്ക് സ്വന്തം ബ്രദറിനെ പോലെ ഒരു ഫീല് കിട്ടി ആ പടം കണ്ട ശേഷം. അപ്പോൾ നേരിട്ട് കേരളത്തിൽ വരുവാണെങ്കിൽ എന്തായാലും കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അത്രയും ദൂരത്ത് നിന്നൊക്കെ നമുക്കൊരു മെസ്സേജ് വരിക, നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ തപ്പിപ്പിടിച്ച് വന്ന് മെസ്സേജ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും മുകളിൽ ഒരു സിനിമ എത്തി നിൽക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏതൊരു വളർന്നു വരുന്ന കലാകാരൻ്റെയും മനസ്സിലുള്ളൊരു ആഗ്രഹവും സ്വപ്നവും തന്നെയാണ്. അതിവിടെ പോസിബിൾ ആയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഇപ്പം ഈ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇപ്പം ലോകേഷിന്റെ ക്യാരക്ടറിന്റെ ഒപ്പം തന്നെ ദാസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു 3 പേര്. അപ്പോൾ എപ്പോഴാണ് ഇത് ഭയങ്കര വയലൻസ് നിറഞ്ഞൊരു സിനിമയാണല്ലോ, വയലൻസ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൽ എപ്പോഴാണ് ഞാൻ ആ ക്യാരക്ടറായി എന്ന് ഫീൽ ചെയ്ത ആ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഏതൊരു സീൻ ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഐ നെയിൽഡ് ഇറ്റ് എന്ന് ഫീൽ ചെയ്തത്? ഇത് ആക്ച്വലി ഇങ്ങനൊരു പ്രൊജക്റ്റ് നമുക്ക് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം വരുന്നത് ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ക്യാരക്ടർ റോൾസ് ആണ് കിട്ടുക. ബ്ലഡും വയലൻസും ആയിട്ടുള്ള പരിപാടി തന്നെ എപ്പോഴും കിട്ടുക. അപ്പോൾ അരുൺ മാധേശ്വരൻ സാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം, റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ റോക്കി, സാണിക്കായുധം, ക്യാപ്റ്റൻ മില്ലർ പോലുള്ള ഭയങ്കര റോ ആയിട്ടുള്ള കണ്ടന്റ്സ് എടുക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി നമ്മളെ വിളിക്കുന്നു, അത് നരിവായിട്ട് കണ്ടിട്ട് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും കുറേ ബ്ലഡും വയലൻസും എല്ലാം പരിപാടികളും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനെല്ലാം അപ്പുറമായിട്ട് നമ്മളെ തന്നെ ആ ഒരു സർപ്രൈസ് പൊട്ടിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, ഈ പടത്തിൽ നിനക്ക് അങ്ങനെ ചാടലോ വെട്ടലോ കുത്തലോ അധികമൊന്നും ഉണ്ടാവത്തില്ല, നീ സൈലൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് ആ ഒരു മൂഡ് ക്യാരി ഓൺ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് നിനക്കത് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ സെബാസ്റ്റ്യനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബാക്ക് ഡ്രോപ്സും ഒക്കെ കേട്ടതിന് ശേഷം ഇവനങ്ങനെ ചാടി നിൽക്കുന്ന ഒരു ആളല്ല. സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി, തൻ്റെ സുഹൃത്തിന് വേണ്ടി ആ ഒരു ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും മറികടന്ന് പോകുന്നു എന്നുള്ളൊരു പോയിൻ്റാണ് സെബാസ്റ്റ്യൻ്റെ ഒരു ഇത്. പിന്നെ ഫൈനലി ലോകേഷ് സാർ വരുന്ന സമയത്ത്, ലോകേഷ് സാർ എൻ്റെ മെൻറ്ററാണ്, ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്.
ഞങ്ങൾ തമ്മിൽ 2020 തൊട്ടുള്ള റിലേഷൻഷിപ്പാണ്. നല്ലൊരു രീതിയിലുള്ള ഒരു ബോണ്ടുള്ള കാരണം എനിക്ക് എപ്പോൾ പുള്ളീനെ കണ്ടു കഴിഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് ഒരു കംഫർട്ട് കംഫർട്ട് സോൺ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ടൊവിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ടൊവിയും ആ ഒരു കംഫർട്ട് സോണിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ച് വർക്ക് ചെയ്ത ഒരാളാണ്. അതിന് മുമ്പ് പരിചയമില്ല പേഴ്സണലി. ഇതിൽ ഓൾറെഡി പരിചയമുള്ളതുകൊണ്ട് എനിക്ക് സെബാസ്റ്റ്യനും ദാസുമായിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. സാർ അതിനുള്ള എല്ലാ ഒരു ചാൻസസും സാറും ഉണ്ടാക്കി തന്നു. ഡയറക്ടർ ഒരു ഫ്രീ സ്പേസും നമുക്കവിടെ തന്നു എന്നുള്ളതാണ് സത്യം. അതായിരിക്കാം ഈ ക്യാരക്ടർ ഇത്രയും മികച്ച് നിൽക്കാൻ കാരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇതിന് മുൻപ് ഭയങ്കര ശ്രദ്ധേയമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തത് ഇവിടെ മലയാളത്തിൽ നരിവേട്ട എന്ന് പറയുന്നൊരു സിനിമയിലായിരുന്നു. അപ്പോൾ ഈ രണ്ട് സിനിമകളും തമ്മിലുള്ള ഒരു ഭയങ്കര സിമിലാരിറ്റി, രണ്ടും വയലന്റ് പടങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇൻഡസ്ട്രികളിലും രണ്ട് തരം സിനിമാ സെറ്റുകളായിരിക്കും. അപ്പോൾ എന്താ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്? രണ്ടും വയലന്റ് പടമാണെങ്കിലും രണ്ടും രണ്ട് ജോണേഴ്സ് ആണല്ലോ. അപ്പോൾ എന്താ ഒരു ഡിഫറൻസ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഡസ്ട്രികളിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. എനിക്കങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇന്ന കാരണം ഇന്ന ഇൻഡസ്ട്രിയിലുണ്ടെന്ന് എനിക്ക് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് അത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പോയിന്റ്. ബട്ട് എനിക്ക് അറിഞ്ഞതെല്ലാം ലാംഗ്വേജിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ഉണ്ടാവും. നമുക്ക് എപ്പോഴും സ്ക്രിപ്റ്റ് പേപ്പർ തരുന്ന സമയത്ത് തമിഴിലായിരിക്കും ഫോൺസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് വായിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും അതിൽ കറക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതിയിട്ട് അതുകൊണ്ട് ഡയറക്ടർ അടുത്ത് കാണിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടും അതൊക്കെ ഞാൻ പഠിച്ചെടുത്തു. വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചെടുത്ത കാരണം എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. പിന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫീലിംഗ് ഹോം എന്ന് പറയുന്ന പോലെ നമുക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം നമ്മുടെ നാട്ടുകാരാ, നമ്മളറിയുന്നവരാ എന്നുള്ളൊരു സോൺ ഉണ്ടാവും. അവിടെ ആകുന്ന സമയത്ത് ഞാൻ അധികം ആരോടും അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ യൂണിറ്റിലുള്ള എല്ലാവരോടും അധികം മിണ്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവിടെയും ഞാൻ യൂണിറ്റിലുള്ള എല്ലാവരോടും സംസാരിക്കും. ബട്ട് ഒരു പരിമിതി ഉണ്ടാകും. ചില ആൾക്കാർ ഭയങ്കര വർഷങ്ങളായിട്ട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വിജയകാന്ത് സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അവർക്കൊക്കെ അവരുടേതായ ഒരു പ്രൗഡി നമ്മളോട് കാണിക്കാൻ ഉള്ളൊരു ക്യാരക്ടറായിരിക്കും. പെട്ടെന്നൊന്നും വന്ന് മിണ്ടത്തില്ല. അങ്ങനെയുള്ളവരടുത്ത് ഞാനും മിണ്ടില്ല. ബട്ട് വലിയ രീതിയിലുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ തമിഴ്നാട് സ്റ്റൈലായിരിക്കും, ഇത് കേരള സ്റ്റൈലായിരിക്കും. ഞാൻ ആക്ച്വലി സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഈ മേക്കിങ്ങിലത്തെ ഡിഫറൻസ് ഉണ്ടല്ലോ. രണ്ടും വയലന്റ് പടാണെങ്കിലും രണ്ടും രണ്ട് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അല്ലേ. അപ്പൊ ആ ഒരു മേക്കിങ്ങിൽ ഇൻവോൾവ് ആവുന്ന സമയത്തുള്ള ഡിഫറൻസസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്നീഷ്യൻസിന്റെ വേരിയേഷൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് തമിഴ് ഇൻഡസ്ട്രി കുറച്ചും കൂടെ വൈഡാണ്. ഒരുപാട് ഓഡിയൻസ് കണ്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഡേ ടു ഡേ അവരുടെ ബഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതായിരിക്കും, വലിയൊരു സെറ്റായിരിക്കും. ആക്ച്വലി എന്തായാലും ഒരു 10,000-2,000 പേരൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റിലായിരിക്കും തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു പടമാണെങ്കിലും ഭയങ്കര പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റും കാര്യങ്ങളും. ഇവിടെ നമുക്കൊരു 2 ക്യാരവനും നമ്മുടെ ആർട്ടിസ്റ്റും ഒരു കുഞ്ഞു ക്യാമറ ആയിട്ട് പോലും ഷൂട്ട് ചെയ്തെടുത്ത സിനിമകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെയാണ്. ബട്ട് സിനിമ എപ്പോഴും ഒന്ന് തന്നെയാണ്. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പീഡും ഒരു ഡേയിൽ നമ്മൾ ചാർട്ട് ചെയ്ത പരിപാടികൾ ചെയ്ത് തീർക്കണം എന്നുള്ള പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ഇൻഡസ്ട്രിയിലും സെയിം ആണ്. പ്രണവ് ഇപ്പോൾ 13 വർഷമായിട്ട് സിനിമ തന്നെ മോഹിച്ച് അതിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക, സിനിമയുടെ പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് പ്രോസസ്സിൽ ഉൾപ്പെടണം എന്നുള്ളത് മാത്രമാണോ, അതെങ്കിൽ ഭ്രാന്ത് പോലെ സിനിമ കാണുന്ന ആളാണോ പ്രണവ് പണ്ട് മുതലേ? സിനിമ എന്ന് പറയുന്നൊരു മേഖല എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. കാരണം നമ്മളെപ്പോഴും മാജിക്കലായിട്ടാണല്ലോ നമ്മൾ നേരിട്ട് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിൽ കണ്ടറിയുന്നു. നമുക്ക് കിട്ടാത്ത പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടുന്നു. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാർസിനെ നമുക്ക് വേറെ വേറെ രീതിയിൽ കാണാൻ പറ്റുന്നു എന്നുള്ളത് നമുക്കൊരു മാജിക് ആണല്ലോ. അപ്പോൾ ആ മാജിക്കലായിട്ടുള്ള സ്ക്രീനിൻ്റെ അകത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ആ ഒരു ജേർണി തുടങ്ങി അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡേ ടു ഡേ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാനുണ്ട്. ഞാനിവിടെ എത്തി അല്ലെങ്കിൽ ഇതെനിക്ക് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാനുള്ളൊരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല. ഓരോ സിനിമ ഇപ്പോഴും കമൽ സാർ പറയും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓരോ ദിവസവും എന്ന് പറയും. അതുപോലെ നമുക്ക് സിനിമയെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ ഓരോ വ്യക്തിത്വങ്ങളുടെ അടുത്തുനിന്നും ഓരോന്നും നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു സോണാണ് സിനിമ. സോ ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് നമ്മളിവിടെ എത്തി നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് തന്ന കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിപ്പോൾ ഞാൻ ഔട്ട് ഓഫ് സിനിമ എന്തെങ്കിലും ഒരു കുഞ്ഞ് ജോലിക്ക് ഞാൻ പോവുകയാണ് സർവൈവ് ചെയ്യാൻ എന്തുണ്ടെങ്കിലും ആ തരുന്ന ജോലി ഇപ്പോൾ ഒരു ക്ലീനിങ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ പോലും അത് വൃത്തിയായിട്ട് ചെയ്യണം. അത് ആരാ അവിടെ ചെയ്തതെന്നുള്ളത് ചോദിക്കരുത്.
എന്നുള്ളൊരു രീതിക്ക്, അതായത് തെറ്റ് വന്നവിടെ ചോദിക്കരുത് എന്നുള്ള രീതിക്കുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം സിനിമയുടെ മാജിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് ഇറങ്ങിയ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനവ് സുന്ദർ നായിക് ആളുടെ തന്നെ ഒരു അതാണ് ക്യാരക്ടറിനെയാണ് അതൊരു സിനിമയിൽ കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ DTS അത് കേട്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ആഗ്രഹം. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സിനിമയുടെ മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടാണോ ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്? ഓക്കെ, ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്, ആ ഒരു ലോകത്തിന്റെ പാർട്ടാവണം എന്നുള്ളത്? അല്ല, അത് കുഞ്ഞുനാൾ മുതലേ നമുക്ക് തുടങ്ങിയതാണ്. കുറേ പേര് അഭിനയിക്കാൻ വരുന്ന ആഗ്രഹവുമായിട്ട് വരുന്നവർ പറയാറുണ്ട്, കുഞ്ഞുനാൾ മുതലേ ഞാൻ ഡ്രാമ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മറ്റേ കുഞ്ഞു കുഞ്ഞു കലോത്സവങ്ങൾക്കൊക്കെ പോകുന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ എനിക്ക് തോന്നിയത്, എനിക്ക് സ്ട്രൈക്കായത്, നമ്മളപ്പം തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഭയങ്കര ആഗ്രഹമാണ്. ക്ലാസ്സിലിരുന്ന് പഠിക്കുക എന്നതിനേക്കാൾ ആ ഇൻ്റർവെൽ സമയത്ത് അവരെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻ ചെയ്യാനും ചിരിപ്പിക്കാനും, അവർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും ആ ഒരു സമയത്ത് തന്നെ. അത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് നമുക്ക് എങ്ങനെ വൈഡായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ബെറ്റർ ഓപ്ഷൻ സിനിമ തന്നെയായിരുന്നു. കോമഡി തന്നെയാണ് താല്പര്യമുള്ളൊരു. അതെ, പക്ഷെ നമുക്ക് ഇതുവരെ കോമഡി ആരും തന്നിട്ടില്ല. തന്നിട്ടുള്ളൂ. ബട്ട് ഒരു നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളത് എപ്പോഴും ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ബട്ട് നമുക്ക് സിനിമയിൽ ആരും ബാക്കപ്പ് ഇല്ലാത്തൊരു കാരണം, നമ്മുടെ രൂപവും നമ്മുടെ ഒരു പ്രസൻറ്റേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റയിൽ ഉദാഹരണം ഒരു പോസ്റ്റ് പറയാം, ഒരു പോസ്റ്റ് ചെയ്യാന്ന് വെച്ചോ, ഞാനിതേ ഒരു ഗിറ്റാറായിട്ടോ ഒരു കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ടോ ഒരു റൊമാൻറ്റിക് ബോയ് ആയിട്ടോ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ റെസ്പോൺസ് കിട്ടില്ല. ഇതേ ഞാൻ ഇച്ചിരി ബ്ലഡൊക്കെ മേത്താക്കിയിട്ട് ഒരു കത്തിയൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആദ്യം ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വരികയും ആ ഒരു ചിന്ത വരികയും അങ്ങനെയുള്ള ഡയറക്ടേഴ്സായിട്ട് സെർച്ച് ചെയ്ത് പോവുകയും അങ്ങനെയാണ് ഈ ഒരു തുടക്കം കിട്ടിയത്. ബട്ട് നമുക്ക് മാറി പിടിക്കണമല്ലോ, എപ്പോഴും നമ്മൾ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. അതിനുള്ള നല്ല ഡയറക്ടേഴ്സിനെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടിയ പെട്ടെന്ന് തന്നെ അവരോട് വർക്ക് ചെയ്യാൻ. കോമഡി ചെയ്യണം തന്നെ അതന്നെയായിരുന്നു പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെയൊന്നല്ല, ക്യാരക്ടർ റോൾസ്, അതാണ് എൻ്റെ ക്യാരക്ടർ റോൾസ് ചെയ്യുക. അതിൽ ഏത് തരത്തിലുള്ള സാധനങ്ങൾ തന്നു കഴിഞ്ഞാലും അത് ഭംഗിയാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പൊ പറഞ്ഞു അച്ഛനാണോ മോഹൻലാൽ ഫാൻ ആണെന്ന് പറഞ്ഞത്? അല്ല, അങ്കിള് മോഹൻലാൽ ഫാൻ. അപ്പം ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സിനിമയുടെ ഒരു ഭ്രാന്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. ആക്ച്വലി അങ്കിള് ഇപ്പം ഇല്ല, പുള്ളി മരിച്ചു. പുള്ളിയുടെ ടീനേജ് സമയത്ത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ പുള്ളിക്ക് ലാലേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവനെ അങ്ങനെ ഒരു പേരിടാമെന്ന് പറഞ്ഞിട്ടതാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ പേരിട്ടതെന്ന് ചോദിക്കാൻ പോലും ആ സമയത്ത് അങ്കിളില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു പേര് എനിക്കും ഇഷ്ടമായിരുന്നു. പ്രണവ് എന്നുള്ളത് ഒരു കോമൺ നെയിമാണ്, എല്ലായിടത്തും കണ്ടുവരുന്നൊരു പേരായതുകൊണ്ട് ഓക്കെ, അത് നമുക്ക് സെറ്റാണെന്ന് വിചാരിച്ചു. പിന്നെ ടി ഓഫിനും കൂടെ വന്ന കാരണം പ്രണവ് മോഹൻലാലിന്ന് ഇച്ചിരി വ്യത്യാസമായിട്ട്. ചെറുപ്പം മുതലുള്ള പേരാണോ ടി ഓഫിൻ? സ്കൂളിംഗ് തൊട്ടേ ഉള്ള പേര് തന്നെയാണ്. ഈ എന്താണ് പ്രണവിന്റെ ഒരു ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത്? നാടകങ്ങളിലൂടെ വന്ന ആളാണോ അതോ എന്താണ്? ഒരു സ്കൂളിൽ കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ ചെയ്യും. നമുക്ക് മെയിനായിട്ട് ക്ലാസ്സിലിരിക്കാൻ വയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ ചാടി പുറത്ത് പോകാന്ന് നോക്കുമ്പോൾ കലോത്സവങ്ങൾക്ക് റിഹേഴ്സൽസിന് വരും, ഡാൻസിന് പേര് കൊടുക്കാൻ പറയുമ്പോൾ ആദ്യം കൈ പൊക്കി പുറത്ത് പോവുക. അവിടെ നിന്ന് തുടങ്ങി. പിന്നെ +1 +2 ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മറ്റേ നമ്മുടെ കലോത്സവങ്ങൾക്ക് പുറത്തേക്ക് പോകുമല്ലോ. അങ്ങനെ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടിയായിരുന്നു. ഒരു വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ തങ്കം എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തു. അങ്ങനെ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ചെയ്യുന്നത് വർക്കൗട്ട് ആകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങി. +2 ലീവിൽ ആദ്യമായിട്ട് പോയ സെറ്റ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മലർവാടി ആർട്സ് ക്ലബ് ആയിരുന്നു. അതിനുശേഷം പോക്കിരാജ് വർക്ക് ചെയ്തു. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് ക്യാമറയുടെ മുമ്പിൽ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലെന്ത് ചെയ്യാൻ നോക്കി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, കോണ്ടാക്ട് ബിൽഡ് ചെയ്തു. അങ്ങനെയാണ് തമിഴ്നാട്ടിലേക്കുള്ള ട്രാവലും തമിഴ് സിനിമകൾ ആദ്യം കിട്ടുന്നത്. അതെ, നമ്മുടെ മിനി ശ്രീനിവാസൻ പറയുന്ന പോലെ സിനിമ ഇഷ്ടമുള്ളവരാദ്യം തന്നെ തമിഴ്നാട്ടിലേക്ക് കയറി പോകണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. പക്ഷേ പോയി നമുക്ക് കിട്ടിയതും അവർ നമ്മൾ റിസീവ് ചെയ്തതും നമുക്ക് തരാൻ തുടങ്ങി. തരുന്നത് 2 കൈയോടെ നീട്ടി സ്വീകരിച്ച് നല്ല രീതിയിൽ ചെയ്തു. ബട്ട് നമ്മളൊരു മലയാളിയായിരുന്നിട്ട് നമുക്കൊരു മലയാള സിനിമ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിങ്ങൽ എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ടാവും. അതെ, അതും നല്ല നല്ല മലയാള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല കഥാപാത്രമായിട്ട് അകത്ത് കയറണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. ബട്ട് എനിക്ക് അത്ര അതിനുള്ള പ്രൊഫൈൽ ഉണ്ടായിരുന്നില്ല. ഒന്ന് മാസ്റ്ററിൽ ഫേസ് കാണുന്നതേ ഉള്ളൂ, വിക്രമിലാണ് ഒന്ന് നോട്ടായത്. അതും ഭയങ്കര നീട്ടി മുടിയൊക്കെ വളർത്തി കണ്ടു കഴിഞ്ഞാൽ മലയാളികൾ തീരെ വിശ്വസിക്കാത്ത രീതിയിലുള്ള ക്യാരക്ടറായിരുന്നു.
പിന്നെ മലയാള സിനിമ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി, ധ്യാൻ ചേട്ടൻ്റെ കൂടെ മുകേഷ് ചേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അതിലും ഞാനൊരു കർണാടക ബോർഡറിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്തത്. അതിലും ഞാൻ മലയാളിയാന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അതും ആൾക്കാരിലേക്ക് എത്തിയില്ല ആ സിനിമ. പിന്നെ നരിവേട്ട കിട്ടുന്നു. നരിവേട്ട കിട്ടിയ ശേഷം താമി എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള കമൻറ്റ്സ് എനിക്ക് വന്നു. അപ്പോഴും നീ മലയാളിയാവൊന്നും ആരും ചോദിച്ചില്ല. ഇപ്പം DC വന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണ് ഓക്കെ ഈ പയ്യൻ മലയാളിയാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. ഇനി നല്ല നല്ല മലയാള പ്രൊജക്ട്സ് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പ്രണവ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തത് മുഴുവനും എന്താ പറയുക, ഒരു നെപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളുടെ സ്ട്രഗിളാണ് സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സ്ട്രഗിളിനെ കുറിച്ച്. അപ്പം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കോമൺ കാര്യം, അവർ ഷോർട്ട് ഫിലിംസ് ചെയ്യും. ഷോർട്ട് ഫിലിംസ് ആണ് അവർ കച്ചിത്തുരുമ്പ്, അത് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള ആളാണ് പ്രണവ്. ഞാൻ റിലീസ് ആയതും റിലീസ് ആകാത്തതുമായിട്ട് 30ഓളം ഷോർട്ട് ഫിലിംസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രൊഫൈൽ എൻ്റെ അടുത്തുണ്ട്. ബിഹൈൻഡ് വുഡ്സിന് വേണ്ടിയിട്ടും അവിടെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കൂട്ടുകാരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറാന്ന് പറയുമ്പോൾ ഞാൻ അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോട്ടെ, നമുക്കൊരു സിനിമ സെറ്റിൽ പോയി നിന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് സീൻ വൈസ് ചോദിക്കാം. ബട്ട് ക്യാരക്ടറായിട്ട് മോൾഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ തമിഴിൽ കണ്ണ് കാണാത്ത തരത്തിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണ് കാണാത്ത ഒരു അപ്പനെ നോക്കി ഇരിക്കുന്ന ഒരു മകൻ. അപ്പോൾ അവന് വേണ്ടി എന്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് ഡയറക്ടർ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പോയി മുടിയൊക്കെ മുറിച്ച് ഒരുമാതിരി വേറൊരു മൂഡിലായി വന്ന് ആ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്ത് ആ ഷോർട്ട് ഫിലിമിന് അവാർഡും കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സും പഠിക്കാനും കുറേ കാര്യങ്ങൾ പറ്റി. ഇപ്പോൾ സിനിമയിലേക്ക് വന്നിരിക്കുന്നു, അതേപോലെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. മേ ബി ഈ ഒരു ജേർണിയിൽ കൂടെ നിന്നിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പം ഈ ഷോർട്ട് ഫിലിംസിനാണെങ്കിൽ ഇപ്പോൾ ഫണ്ട് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് വേണമല്ലോ. ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങനെ പോസിബിൾ ആക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അല്ലല്ലോ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അഭിനയിക്കാനാണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കൂട്ടുകാർ അതിനു വേണ്ടി മെനക്കെട്ട് കുറച്ച് പൈസ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഷോർട്ട് ഫിലിംസ് എടുക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നത് ആ സമയത്ത് ഞാൻ ഈ 30 ഷോർട്ട് ഫിലിംസിൽ ഞാൻ ഒറ്റ രൂപ പോലും മേടിച്ചിട്ടില്ല. പോവുക, അഭിനയിച്ച് കൊടുക്കുക, വരിക എന്നുള്ളതാണ്. അതുപോലെ കുറച്ച് സിനിമകളും എനിക്ക് ഞാൻ ചെയ്തായിരുന്നു മുമ്പ്. അതിലും എനിക്ക് ക്യാഷ് ആയിട്ട് അവരൊന്നും തന്നില്ല. ഇപ്പോഴും എനിക്ക് പൈസ തരാൻ ആലോചിക്കുന്നവരുണ്ട്. നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അസറ്റിൽ അപ്പാർട്ട്മെന്റ് മേടിക്കാനൊന്നുമല്ല. നമുക്ക് ഇപ്പോഴുള്ള ഒരു ജീവിത രീതിക്ക് നമുക്ക് റൺ ചെയ്ത് പോകാനുള്ള ഒരു പേയ്മെന്റാണ് നമ്മൾ ചോദിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ പേയ്മെന്റ് ചോദിച്ചാൽ സിനിമ ഇല്ല എന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടണമെന്നുള്ളതിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും നീ ചെയ്യുന്നതിന് ഇത് നീ വെച്ചോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ഷോർട്ട് ഫിലിമും പരിപാടികളൊക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്ത്, എന്നെ മെയിനായിട്ട് എൻ്റെ അമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഫാമിലിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക. അധികം ഫ്രണ്ട് സർക്കിളും സോണൊന്നും ഉള്ള ആളല്ല ഞാൻ. ഒരു കുറച്ച് ഫ്രണ്ട്സ്, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് അന്ന് കൂടിയവരുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ വരെയും ഇവിടം വരെ നീ എത്തിയില്ല, ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുവരെ ഞാൻ എത്തിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലോകേഷ് കനകരാജിൻ്റെ സിനിമ ഇവിടെ മലയാളത്തിൽ എത്രത്തോളം ആൾക്കാർക്ക് അങ്ങനെ പക്ഷെ വിചാരിച്ചതിനേക്കാളും വലിയൊരു സക്സസ് ആയി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ലോകേഷ് കനകരാജിനോട് നമുക്കൊക്കെ ഭയങ്കര ഒരു പേഴ്സണൽ ഒരു ഫീൽ ഉള്ളതിൻ്റെ ഒരു മെയിൻ പെയിൻ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് നമുക്ക് സിനിമ ഒന്നും കാണാനുള്ള തിയേറ്ററിൽ പോയി കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം അന്ന് തിയേറ്റർ പിന്നീട് ഓപ്പൺ ആയതിനു ശേഷം ഫസ്റ്റ് ഇവിടെ വരുന്ന പടമാണ് മാസ്റ്റർ. അപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് തിയേറ്റർ കണ്ടതുകൊണ്ടാണോ അതോ വിജയനെ കണ്ടതുകൊണ്ടാണോ അത്രയും കണ്ണെന്നൊക്കെ വെള്ളം വരും. അപ്പോൾ അതാണ് ലോകേഷ് കനകരാജിനോടുള്ള ഒരു ഭയങ്കരമായ ഒരു സ്നേഹം എല്ലാവർക്കും ഉള്ളത്. അപ്പം എനിക്കറിയാം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, പക്ഷേ ലൈക്ക് എന്താണ് ഒരു ലോകേഷ് കനകരാജ് സെറ്റിൻ്റെ ഒരു വൈബ്, എന്താണ് ഒരു സിനിമ സെറ്റിൻ്റെ വൈബ്? പേഴ്സണലി പുള്ളീനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഡയറക്ടർ അടുത്ത് സംസാരിച്ച് നിൽക്കുക എന്നുള്ളൊരു സോണിൽ പുള്ളി നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യേയില്ല. നമുക്ക് അറിയുന്ന ഒരു ബ്രദർ, നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ബ്രദർ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പറായിട്ടേ നമ്മുടെ സംസാരിക്കുള്ളൂ. ഇപ്പൊ ദാസ് എങ്ങനെയാണ് റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്തത്, എന്നാടാ 15 വർഷം അമ്മ ഇറന്നിട്ട് അങ്ങനെ ആ ഒരു മൂഡിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ ഡയറക്ടറുടെ സെറ്റിൽ നിൽക്കുക എന്നുള്ളൊരു ഫീൽ നമുക്ക് എപ്പോഴും തരത്തില്ല. ബട്ട് ആ സെറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബ്രഹ്മാണ്ഡമായിരിക്കും. ഇപ്പോൾ ശങ്കർ സാറിന്റെ സെറ്റൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അമ്മാതിരി വർക്കായിരിക്കും അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ലോകേഷ് സാറിൻ്റെയും. കാരണം പുള്ളി ചെയ്ത് പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്ന സബ്ജക്ട്സ് അങ്ങനെ ആയത് കാരണം പുള്ളിക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സ് പുള്ളിയെ വിശ്വസിച്ച് കൊടുക്കും. അതാ പറഞ്ഞു, ഒരു ദിവസം സെറ്റിൽ 1000 പേര് 1500 പേര് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റായിരിക്കും. അതിൽ ക്യാപ്റ്റൻഷിപ്പ് എടുത്ത് നിന്നുകൊണ്ട് പുള്ളീനെ അങ്ങനെ വേറെ ഒന്നുമില്ല ശ്രദ്ധിക്കില്ല, കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. പുള്ളിക്ക് ആ മോണിറ്ററിൽ
പുള്ളി വിചാരിച്ച സാധനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതിലൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര നീറ്റ് ആൻഡ് കൂൾ കാമായിട്ട് സെറ്റ് റിലാക്സ്. എല്ലാ സെറ്റിലും കുറേ സെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് മൈക്കിൽ ഭയങ്കര നിലവിളിയും തെറിവിളിയും ഒക്കെ കേൾക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സിനിമ. കാരണം വർക്ക് നടന്നു പോകണമല്ലോ. പക്ഷെ ഇത്രയും വലിയൊരു ഡയറക്ടർ ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റിൽ അനാവശ്യമായിട്ടൊരു സൗണ്ട് പോലും കേൾക്കില്ല. പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും. ആ ഒരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചിലപ്പോൾ നേരത്തെ തന്നെ പാക്കപ്പായി പോകുന്ന ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയ സോൺസ് വരെ ഉണ്ട്. അങ്ങനെ നിന്ന് ലോകേഷ് സാറിനെ കാണുമ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് എനിക്ക്. നമ്മളെ അറിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെറ്റിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. ഈ ആർട്ടിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, അതായത് ശരിക്കും സംവിധായകർ രണ്ട് രീതിയിൽ, ഒരു തരം സംവിധായകർ എപ്പോഴും തെറി പറയും, ഭയങ്കര അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതേസമയം അങ്ങനെ അല്ലാതെ വളരെ ആ സിറ്റുവേഷൻസ് കാരണമാണ് കേട്ടോ. അവരെല്ലാവരെയും വിളിച്ച് തെറി വിളിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു പേഴ്സൺ ഉണ്ടാവില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നാമത് പ്രഷറുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാ സൈഡിൽ നിന്നും പ്രഷർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ പോലുമാണ് ഡയറക്ടർ. അപ്പോൾ എല്ലാം നോക്കുന്ന സമയത്തുള്ള ഒരു സോണിൽ നമ്മൾ കയ്യിൽ നിന്ന് പോയി പിന്നെ ഫ്രണ്ട്ലി ആയിട്ടും അവരുടെ ഏഡീസിനെയൊക്കെ ചീത്ത പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ദേഷ്യം വന്നാൽ പോലും ആരോടും കാണിക്കാതെ അസിസ്റ്റന്റിനെയോ അസോസിയേറ്റ്സിനെയോ അടുത്ത് വിളിച്ചിട്ട് ഇന്ന പോലുള്ള പരിപാടിയാണ് അതൊന്ന് ചെയ്തേക്ക്, അങ്ങനെ സോൺ ക്ലോസ് ചെയ്ത് വിടുന്ന ഒരു പേഴ്സണാണ് ലോകേഷ് സാർ. അപ്പോൾ നമ്മൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഓരോന്നോരോന്നും പഠിക്കാം. ഓരോരുത്തരുടെ അടുത്തും ഓരോരോ ക്യാരക്ടേഴ്സാണ് നമ്മൾ കണ്ടുവരുന്നത്. അരുൺ മാധേശ്വരൻ സാറും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ കണ്ടത് ടോട്ടൽ വയലൻസ് ആണ് സ്ക്രീനിലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടികളോടൊത്ത് സംസാരിക്കുന്ന പോലെയാണ്. ഭയങ്കര പാവമാണ്. അങ്ങനത്തെ ഒരു പേഴ്സണാണ് അരുൺ സാറും ലോകേഷ് സാറും. ഇപ്പം ഈ പറഞ്ഞ അരുൺ സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ആളെ എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണ്? എന്താ ഒരു ഡിഫറൻസ് ലോകേഷ് ആസ് എ ഡയറക്ടർ ആൻഡ് അരുൺ മാധേശ്വരൻ ആസ് എ ഡയറക്ടർ? ഇതിൽ ഞങ്ങൾ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സാണ്. ലോകേഷ് സാർ ഇപ്പുറത്ത് നിൽക്കുന്നു, അരുൺ സാർ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് ലോകേഷ് സാർ പറഞ്ഞു, എന്നോட വയലൻസ് പറ്റി ഉനക്ക് தெரியும்ல അരുൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെക്കൻഡ് പോസ് വിട്ടിട്ട് അരുൺ സാറ് എന്നോட വയലൻസ് പറ്റി ഉണക്കും தெரியும்ல മച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരുടെ വയലൻസിനെ കുറിച്ചും പറഞ്ഞ സമയത്ത് നമ്മൾ അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു ആക്ച്വലി. അതുപോലെ രണ്ടുപേർക്കും രണ്ട് സോൺ ഓഫ് ഡയറക്ഷനാണ്. അരുൺ സാറിൻ്റെ സോൺ ഓഫ് ഡയറക്ഷനിൽ നമ്മൾ കണ്ടുവന്ന സിനിമകളെല്ലാം മികവുള്ളതാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ്. അതേപോലെ ലോകേഷ് സാറ് ചില കുഞ്ഞു കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതായത് പുള്ളിക്കാരന് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാഹചര്യത്തിൽ അത് കോംപ്രമൈസ് ചെയ്ത് അടുത്തത് എന്താണെന്ന് നോക്കി പോകുന്ന ഒരാളാണ്. പക്ഷേ അരുൺ സാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോംപ്രമൈസ് ആണ്. കൂളായിട്ട് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചെടുക്കുന്ന ആളാണ്. എക്സാമ്പിൾ ഫസ്റ്റ് ഷോട്ട് ഞാൻ ആ ഷോട്ടാവുന്ന വീഴുന്നൊരു ഷോട്ടാണ്. അതാണ് എൻ്റെ ഷൂട്ട് ചെയ്തതും. അതിൽ ഒരു പ്രാവശ്യം വീണു, 2 പ്രാവശ്യം വീണു, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഞാൻ വീണതിൽ തെറ്റുണ്ട്, ഫൈറ്റ് മാസ്റ്റർ കമ്പോസ് ചെയ്ത് പറഞ്ഞുതരാൻ വന്നതിൽ കുറച്ച് ഫോൾട്ട് പറ്റിയ അങ്ങനെ മാറി 14 പ്രാവശ്യം ടേക്ക് ചെയ്തു. 14 പ്രാവശ്യം ഞാൻ വീഴുന്നുണ്ട്, ചോര വരുന്നുണ്ട്, എല്ലാം ആവുന്നുണ്ട്. സെറ്റിൽ എല്ലാവരും വന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നുണ്ട്, ഡയറക്ടർ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ടേക്ക് ഓക്കെ ആക്കി കഴിഞ്ഞ ശേഷം പ്രണവ് ടേക്ക് ഓക്കെ ആയിട്ടുണ്ട്, ഇത് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് സാധനം കിട്ടി എന്ന് പറഞ്ഞ് പുള്ളി പോവുകയാണ് ചെയ്തത്. പുള്ളിക്ക് കിട്ടേണ്ട സാധനം പുള്ളിക്ക് കിട്ടണം. ബാക്കിയുള്ളതൊക്കെ അവനെ നോക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്, പിന്നെ ഞാൻ അവിടെ പോയിട്ട് അവന് കെയർ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് പുള്ളി ഭയങ്കര ലവബിൾ ആണ്. പക്ഷേ പുള്ളിയുടെ വർക്ക് സോണിൽ നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പുള്ളിനെ പിടിച്ച് പോകാൻ പറ്റും എന്നുള്ളത്. സിനിമ ഇറങ്ങിയതിന് ശേഷം അവരെ അപ്രിസിയേഷൻ കിട്ടിയോ? ലൈക്ക് പേഴ്സണലായിട്ട് അരുൺ സാറിന്റെ ഞാൻ അരുൺ സാറിനെ വിളിച്ചിരുന്നു. എല്ലാവരും തിരക്കിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ട്, എനിക്ക് ആക്ച്വലി നരിവേട്ട കഴിഞ്ഞ ശേഷം എല്ലാവരും താമി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടലി അതിന്ന് ഷിഫ്റ്റായി സെബാസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സോണിലേക്ക് വന്നു. അപ്പോൾ ഒരു ക്യാരക്ടർ അത്രത്തോളം ആൾക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടേക്കുന്ന ഒരു ഡയറക്ടറെ അടുത്ത് നമ്മൾ വിളിച്ച് സംസാരിച്ചു. പുള്ളിക്കാരനും ഒരു ഇതുണ്ടായിരുന്നു, ഈ സിനിമ എങ്ങനെയാണ് എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്ന ഇമോഷൻ കൺവേ ആകണം ഒരേപോലെ, A ക്ലാസ് ആണെങ്കിലും B ക്ലാസ് ആണെങ്കിലും C ക്ലാസ് ആണെങ്കിലും ഒരേ രീതിയിൽ ഈ ഇമോഷൻ കൺവേ ആകണമെന്നൊക്കെ ഷൂട്ടിൻ്റെ സമയത്ത് പറയുമായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടൊരു സന്തോഷത്തിൽ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു. എൻജോയ് ദിസ് മൊമെന്റ് പ്രണവ്, ഇത് നിനക്കുള്ളതാണ്, നീ എൻജോയ് ചെയ്യൂ, നമുക്ക് ഇനിയും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം ടൊവിനോ, വിജയ്, ഇപ്പോൾ ലോകേഷ് കനകരാജ് ആസ് എ ആക്ടർ. അതിന് മുമ്പ് എനിക്ക് ലോകേഷ് കനകരാജ് ആസ് എൻ ആക്ടർ ചോദിക്കാനുണ്ട്. കാരണം DC-യുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയായി മാറുന്നത് ബിക്കോസ് ലോകേഷിനെ ഒരു ആക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആളുടെ അഭിനയം എന്തായാലും ഒന്ന് കാണണം എന്നുള്ളൊരു ആ ഒരു മൈൻഡിൻ്റെ പുറത്താണ്. അപ്പോൾ ലൈക്ക്
പ്രണവിന് ആളുടെ ഒരു ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്തു നിന്ന് വീക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ലൈക്ക് ക്യാമറ കട്ട് പറഞ്ഞതിന് ശേഷം പുള്ളി ആ ഒരു ക്യാരക്ടർ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമോ? അങ്ങനത്തെ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നോ? പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആക്ച്വലി DCക്ക് മുന്നേ കുറേ കോൾസ് ലോകേഷ് സാറിന് വന്നിട്ടുണ്ട്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോമാളി, പ്രദീപ് രംഗനാഥൻ സാറ്, അതെ അതെ ആ പുള്ളിക്കാരൻ ചെയ്ത ബ്രദർ ചെയ്ത ക്യാരക്ടർ പോലത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഡയറക്ടർ ജോസഫ് അപ്പം തന്നെ തിരിച്ചു വിട്ടു. ഇതൊന്നും എൻ്റെ അടുത്ത് കൊണ്ടുവരികയോ വേണ്ട, എന്തായാലും വർക്കാവില്ല, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് പണ്ടാറടക്കി കളയും എന്നുള്ള മൂഡിൽ പറഞ്ഞു വിട്ടു. അതൊന്നും ചെയ്യേണ്ടെന്ന്. പിന്നെ പുള്ളി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സപ്പോസ് അങ്ങനെ അഭിനയിക്കാൻ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഡയറക്ടർ അടുത്ത് കംഫർട്ടായിട്ടുള്ള സോണിൽ നല്ല സബ്ജക്റ്റ് നല്ല പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറെ കിട്ടണം എന്ന് വിചാരിച്ച് പുള്ളി വെയിറ്റ് ചെയ്തു. കറക്റ്റായിട്ട് ലോകേഷ് സാറ് പടത്തിലെ പണ്ട് മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് ഈ സാധനം. അങ്ങനെയാണ് ഈ ദേവദാസിൻ്റെ സാധനം പുള്ളിക്ക് എത്തുന്നത്. അപ്പോൾ എത്തിയ ശേഷം പുള്ളിക്ക് അറിയാം എത്രയും വലിയൊരു ഇൻഡസ്ട്രിയിലാണ് പുള്ളി നിൽക്കുന്നത്, പുള്ളിയുടെ സ്റ്റേജ് എന്താണ്, ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മെനക്കെടൽ ഇട്ടേ പറ്റൂ. അപ്പോൾ ഈ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പുള്ളി ഹോങ്കോങ്ങിൽ പോയിട്ട് മാർഷ്യൽ ആർട്സും പരിപാടികളൊക്കെ ഇതിനു വേണ്ടി പഠിച്ചു. ഡയറ്റ് പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്തു. ഒരു ഹീറോ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യണോ അതെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ നമ്മൾ ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരുത്തൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാം, വെള്ളവും ചോറും ഒന്നും ഇല്ലാതെ നമ്മൾ അവിടെ കിടന്ന് പാടുപെടണം എന്നുള്ളൊരു സോൺ നമുക്കുണ്ടാവും. പക്ഷേ പുള്ളി ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു മുഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ മതി, ഞാൻ നാളെ ചെയ്യാമെന്ന് പറയുന്ന ഒരു സോണിലുള്ള ഒരാളാണ്. വേണമെങ്കിൽ ഈസി ആയിട്ട് പറയാം. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ, എഫേർട്ട് ഇടുന്നു, അതേ എഫേർട്ട് പുള്ളി ഇടുന്നതൊക്കെ അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെന്റ് തോന്നി. ഞാൻ പുള്ളിയോട് പോലും പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും സാർ എന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ ദാസ് എന്നുള്ള ക്യാരക്ടർ വർക്കായപ്പോൾ തന്നെ ഞാൻ അരുൺ സാറിന് ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോകേഷ് സാറിന് ഇതുപോലെ പ്രസൻറ്റ് ചെയ്തതിന് ആദ്യം സാറിന് വലിയൊരു നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ആൾക്കാർ ഞാൻ ആദ്യമേ കണ്ടതുകൊണ്ട്, ആൾക്കാർ കാണുന്നതിന് മുമ്പേ കണ്ടല്ലോ, ഇങ്ങനെ ആൾക്കാർ കാണുന്നത് പുതിയതായിരിക്കും, അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും. എന്തായാലും സിനിമ വന്നു കഴിയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അന്ന് സംസാരിച്ചത്. അതേപോലെ സിനിമ വന്ന ശേഷം ലോകേഷ് സാറിൽ നിന്നും ഇങ്ങനെ ഒരു പെർഫോമൻസ് കിട്ടി എന്നുള്ളത്, ആക്ച്വലി എല്ലാവരും അനിരുദ്ധിൻ്റെ മ്യൂസിക്കിന് വേണ്ടി അകത്തേക്ക് കയറിപ്പോയി ലോകേഷിൻ്റെ ഒരു പടം എന്ന് പറഞ്ഞ്. പിന്നെ പുള്ളിയുടെ പെർഫോമൻസും കൂടെ കണ്ടപ്പോൾ ഒരു കംപ്ലീറ്റ് നമ്മൾ കൊടുത്ത പൈസയ്ക്ക്, അല്ലെങ്കിൽ നമ്മളൊരു സിനിമാ പ്രേമിയാണ് എന്നുള്ളൊരു നിലയിൽ നമുക്കൊരു നല്ല സിനിമ കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ എല്ലാവരും തിരിച്ചു വന്ന് അതിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇനിയും സന്തോഷം തന്നെയാണ്. ഇത് ആക്ച്വലി വാമിക ഗബിയുടെ ഒരു കംബാക്ക് മൂവിയും കൂടെ ആണല്ലോ അല്ലേ? അപ്പം വാമികയായിട്ട് പ്രണവിന് ഒരു തരത്തിലുള്ളൊരു എന്തെങ്കിലും ഒരു കോൺവെർസേഷനോ അങ്ങനെ ഒരു ഇടപഴകാനോ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു ആക്ച്വലി ഞാനും വാമികയുടെ വലിയൊരു ഫാനാണ്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കണ്ടുവരുന്നൊരു മുഖമാണ് പുള്ളി. ഇക്കാര്യത്തെയും കുഞ്ഞുനാൾ തൊട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സും എവിടെ ചെന്നാലും, ഇപ്പം തമിഴ്നാട്ടിലൊരു പടം ചെയ്യാൻ വരികയാണെങ്കിൽ പുള്ളിക്കാരി പെർഫെക്റ്റ് ആയിട്ട് അതിന് ആപ്റ്റായിട്ടേ വരുള്ളൂ. ഹിന്ദിയിലൊരു മൂവി ചെയ്യണമെങ്കിൽ അങ്ങനെ, മലയാളത്തിൽ ഗോദ പോലുള്ള മൂവി ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ഓരോ സോണിലും പുള്ളിക്കാരത്തിയെ ഏത് ക്യാരക്ടറാണോ ചെയ്യുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിലും പുള്ളിക്കാരത്തിക്ക് കിട്ടിയ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ നേരിട്ട് ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഇല്ലെങ്കിലും എനിക്ക് പാച്ച് വർക്ക് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് ഷൂട്ടുള്ള ദിവസമായിരുന്നു. അന്ന് ഞാൻ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ടോട്ടലി ഇതിനു വേണ്ടി അഡാപ്റ്റായി, അതായത് ചെറിയൊരു നോട്ടം പോലും, അതിലൊരു ചെറിയ ഷോട്ടുണ്ട്, എന്നെ സിലുക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മുഖം ഇങ്ങനെ ചുളിക്കുന്ന ഒരു ഷോട്ടുണ്ട്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഏത് ആർട്ടിസ്റ്റിനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. നോക്കണം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ അവിടെയും ആ ഒരു ചെറിയ മൈന്യൂട്ട് റിയാക്ഷൻ പുള്ളിക്കാരത്തി കൊടുക്കണമെന്ന് വിചാരിച്ചതൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. വേഴ്സറ്റാലിറ്റി നമുക്ക് നേരിട്ട് കാണുമ്പോഴും ഫീൽ ചെയ്യും. ചിലവരെ ഫ്രെയിമിൽ മാത്രമേ നമുക്ക്, ഇപ്പോൾ ഫഹദ് സാറൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് അഭിനയിക്കണം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, അഭിനയിക്കുമെന്ന് തോന്നത്തില്ല, ഇത് വർക്കാവുമോ, ഇത് എങ്ങനെയാണ് എന്ന് തോന്നും. പക്ഷേ നിങ്ങളത് മോണിറ്ററിലോ സ്ക്രീനിലോ കാണുമ്പോൾ നമ്മൾ കാണുന്നത് തന്നെ വേറെയാണ്. കണ്ണുകൊണ്ടൊക്കെ അഭിനയിച്ചിട്ട് പോയി കളയും പുള്ളി. അതുപോലെ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ വ്യത്യാസങ്ങളുണ്ടാകും. അതുപോലെ വാമികയ്ക്കും ഓരോ നോട്ടത്തിലടക്കം എങ്ങനെ ഇത് വർക്ക് ചെയ്തെടുക്കണം എന്നുള്ളൊരു ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരുടെ കോമ്പിനേഷൻ ഇല്ലെങ്കിലും അവർ വർക്ക് ചെയ്തൊരു പടത്തിൽ ഒരു കുഞ്ഞു ഭാഗമാകാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻറ്റാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ് അവർ. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാന്നുള്ള ഒരു സോണിൽ നിൽക്കാതെ ഹായ് ബഡി, ഹായ് ഡ്യൂഡ്, സുഖാണോ, നൈസ് വർക്ക്, അത് ഫുട്ടേജ് കണ്ടിട്ടൊക്കെ പറയും നൈസ് വർക്ക്,
ക്യാരി ഓൺ, അങ്ങനെ ഡെയിലി നമ്മളെ കംഫർട്ട് ഭയങ്കര സോണിൽ കമ്പാഷൻ അല്ലേ? അതെ അങ്ങനെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ് ഞാൻ. പല നടികളെയും നമ്മൾ വർക്ക് ചെയ്ത സിനിമകളിൽ കണ്ടിട്ടുണ്ട്. എല്ലാവരും നടിയായിരിക്കും, നമുക്ക് അവിടെ റീച്ച് ചെയ്യാനോ ഒന്ന് സംസാരിക്കാനോ ഉള്ളൊരു നോട്ടത്തിൽ പോലും നമുക്കത് ബൗണ്ടറി തരില്ല. ഉണ്ടാവും ഭയങ്കരമായിട്ട്. അങ്ങനെയുള്ള ഒരു നേരത്ത് നമ്മൾ സംസാരിക്കത്തുമില്ല. ബട്ട് ഇവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ സോൺ ഔട്ട് ആകാതെ നിൽക്കാൻ പറ്റും. ആ ഒരു സെറ്റിൽ നമുക്ക് വലിയ മുഷിപ്പില്ലാതെയോ മനസ്സിന് വിഷമങ്ങളില്ലാതെയോ കാരണം 10-30 ദിവസം ഇതേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് പോകേണ്ട സോണല്ലേ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും സങ്കടമായി കഴിഞ്ഞാൽ നാളെ വന്ന് അവരുടെ മുഖത്ത് നോക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സോണിൽ നിർത്താതെ കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഓരോ മികവാന്ന് തന്നെ പറയാം. അതുപോലെ ഞാൻ വർക്ക് ചെയ്ത് വന്ന എല്ലാവരും എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വിജയ് സാർ തൊട്ട് എല്ലാ ക്യാരക്ടേഴ്സും അവർക്ക് ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് ആണ് ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു എന്താ പറയുക വലിപ്പം വെച്ചിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ഒരു ചെറിയ മുഷിപ്പ് കാണിക്കാറുണ്ട്. ബട്ട് അങ്ങനെ അല്ലാത്ത ഇപ്പൊ ഈ പറഞ്ഞ പോലെ വാമിക, വിജയ്, ലോകേഷ് ഇവരൊക്കെ ഇതിലെ ഏറ്റവും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണോ, ഇത് ഇത്ര വലിയ ആളാണോ ഇത് എന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിസ്റ്റിന്റെ അടുത്ത്? പൊതുവെ ലോകേഷ് സാർ അങ്ങനെയാണ്. നമ്മൾ കണ്ടുവന്ന ഒരാളും നമ്മുടെ അടുത്തുള്ള ഒരാളും എന്ന നിലയ്ക്ക് എനിക്ക് പുള്ളി ബ്രദറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണുകയാണെങ്കിൽ വിജയ് സാർ തന്നെയാണ് ഞാൻ ഏറ്റവും അതിശയിച്ചു പോയത്. കാരണം ഒരു 45 ദിവസം നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്തത് പുള്ളിയുടെ JD എന്ന് പറയുന്ന 45 ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. അതെ, 45 ദിവസം. അതിൽ 30 ഡേയ്സ് ഡൽഹിയിലായിരുന്നു ഞങ്ങളെല്ലാവരും. ബാക്കി 15 ഡേയ്സ് പാച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി വിജയ് സാറിന് രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി വിജയ് സാറിനെ കാണാൻ പോകുന്ന ആ ഒരു മൂഡിലാണ് പോവുക. ഷൂട്ടിങ്ങിന് പോകുന്നു, അതിനല്ല പോവുക, വിജയ് സാറെ കാണാൻ പോകുന്ന പോലെ പോകും. അപ്പോൾ അത്രയും വലിയൊരാൾ നമ്മുടെ അടുത്ത് വന്ന് ഡെയിലി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരവനിലൊന്നും പോകത്തില്ല, കൂടെ ഇരുന്ന് സംസാരിക്കും, തോളത്ത് കൈയിട്ടിട്ട് നടക്കും, വാ നമുക്ക് നടക്കാമെന്ന് പറയും. അങ്ങനെയൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്ക് നാക്കൊക്കെ ഒട്ടിപ്പോകും, സംസാരിക്കാൻ വരത്തില്ല. നമ്മളോട് ചോദിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളടുത്ത് ചോദിക്കും. നമ്മൾ അങ്ങോട്ടൊന്നും ചോദിക്കാൻ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, ടെൻഷൻ കാരണം. പുള്ളി നമ്മളടുത്ത് നീ എവിടെ നിന്ന് വരുന്നു, നീ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ തന്നെയാണോ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഈ ഒരു 6 years ജേർണിയിൽ വിജയ് സാർ ബെസ്റ്റ്, വൺ ഓഫ് ദ. അത് കഴിഞ്ഞ് ധ്യാൻ ചേട്ടൻ പിന്നെ കൂളാ. ധ്യാൻ ചേട്ടന് പിന്നെ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ആള്, അതിൽ തന്നെ എല്ലാം നമുക്ക് കഴിഞ്ഞു. പിന്നെ ടോവി ചേട്ടനും അതുപോലെ തന്നെയാണ്. ഞാൻ ഭയങ്കര ടെൻഷനോടുകൂടെ പോയി ജോയിൻ ചെയ്തൊരു സെറ്റാണ് ടോവിയുടെ കൂടെ. ടോവി ചേട്ടനും അതുപോലെ വൻ കംഫർട്ടബിൾ സോണാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ വരെ നരിവട്ട കഴിഞ്ഞിട്ട് എനിക്ക് പടങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴും വരുവടാ വെയിറ്റ് ചെയ്യ്, നീ ഒരു സാധനം ചെയ്തിട്ടില്ലേ, അപ്പോൾ അത് എഴുത്ത് പരിപാടികളൊക്കെ ഒന്ന് നിന്നിലേക്ക് എത്താൻ കുറച്ചുള്ള സമയമുണ്ട്. പക്ഷേ യു ജസ്റ്റ് കീപ് ട്രൈ മാൻ. മലയാളവും തമിഴും വിടണ്ട, നീ ട്രൈ ചെയ്തോ എന്ന് പറയുന്ന ആ ഒരു സോൺ. സുരാജേട്ടൻ DC കണ്ടിട്ട് ഇന്നലെ വിളിച്ചു, പ്രണവയെ തകർത്തു, മലയാളം ഒന്നും നോക്കണ്ട, ഇനി തമിഴിൽ പിടിച്ചങ്ങ് പോയിക്കോ, ഞാനും വരാം അങ്ങോട്ട് എന്നൊക്കെ പറയുന്ന രീതിക്ക് ഭയങ്കര പുള്ളിയും നമുക്ക് തമിഴിൽ വെച്ച് കാണാടാ, നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അരുൺ സാറിന്റെ നമ്പറൊക്കെ ചോദിച്ചു, അയച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല ക്യാരക്ടേഴ്സും ഹ്യൂമൻ ബീയിങ്സും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ലൈക്ക് വൺ ലാസ്റ്റ് ടൈം എനിക്ക് തളപതിയെ പറ്റി ചോദിച്ചേ പറ്റൂ, കാരണം ഐ എം എ ഹാർഡ് കോർ തളപതി ഫാൻ, യുനോ. അപ്പോൾ പ്രണവ് ഇങ്ങനെ ഇത്രയും അടുത്ത് നിന്ന് വർക്ക് ചെയ്തതിൽ ഒരു പിക്ചറൊക്കെ ഉണ്ട്, പ്രണവും തളപതിയും കൂടെ ഉള്ള ഒരു പിക്ചർ. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. എന്താ പറയുക, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേരിട്ട് കിട്ടി എന്നുള്ളത് ദാറ്റ്സ് വെരി കൂൾ ആക്ച്വലി. സോ ലൈക്ക് ടെൽ മീ എവറിത്തിങ് അബൌട്ട് വിജയ്. ടെൽ മീ എവറിത്തിങ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ വിജയ് സാറിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാം നമുക്ക് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് പുള്ളിനെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ കൂടെയാണ്. സോ ലൈക്ക് അത് നമ്മൾ ചില ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പൊളിറ്റിക്സ് ആ ആളുകളിലേക്കും കൂടെ കൊടുക്കുമല്ലോ. അതിനിപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനാവണമെന്നൊന്നും ഇല്ല. ഇപ്പം നമ്മൾ TVക്കോ BJPയോ CPM ഒന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പൊളിറ്റിക്സ് വാട്ട് ഇഫ് ഇറ്റ്സ് ഫ്രീഡം അല്ലെങ്കിൽ ഈക്വാലിറ്റി അല്ലെങ്കിൽ ആ തരത്തിലുള്ള നമ്മുടെ പൊളിറ്റിക്സ് ആളുടെ സംസാരത്തിൽ വരുമല്ലോ. ആ തരത്തിൽ എന്താണ് വിജയ് പറയാറ്? ഇപ്പൊ പൊളിറ്റിക്കലി എന്നുള്ളതിനേക്കാളും ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ ആളെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ പുള്ളീനെ നോക്കിയിരിക്കാൻ. നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും വിജയ് സാർ ഭയങ്കര സൈലന്റ് ആണ്, എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സെറ്റില്. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര സൈലന്റ് ആണ്, പക്ഷെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിരി നിർത്താൻ പറ്റൂല. പുള്ളി നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു മോഡ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സിനിമകളും നമുക്ക് ഇങ്ങനെ കൺമുമ്പിലൂടെ വന്നു പോകും. ഗില്ലിയിലെ വേലു ആയിക്കോട്ടെ, ചിലപ്പോൾ അതൊക്കെ കാണിക്കും നമ്മുടെ അടുത്ത് ആ ഒരു ചെറിയ റിയാക്ഷൻസ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ വന്നിട്ട് ഇത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്നു.
അതേപോലെ പുള്ളിയുടെ വീക്ഷണങ്ങൾ വേറെയാണ്. നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റില്ല പുള്ളി ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, എന്തായിരിക്കും പുള്ളി ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോൾ അന്ന് സെറ്റിലിരിക്കുമ്പോൾ പുള്ളി സൈലൻ്റ് ആയിട്ട് ആലോചിക്കുന്നത് എന്തായിരിക്കും എന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ നോക്കുമ്പോൾ അന്ന് ചിലപ്പോൾ തമിഴ്നാട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന്, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണം എന്ന് പുള്ളി അന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം പുള്ളിയുടെ തലയിലൊന്ന് ഓടിക്കൊണ്ടിരുന്നത്. അതേപോലെ കൂടെ നിൽക്കുന്നവരെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാത്ത അല്ലെങ്കിൽ നല്ലപോലെ നോക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ് സാർ. വിജയ് സാറിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്ന രവിയണ്ണൻ ഉണ്ട്. പുള്ളി നാളെ തീർപ്പ് എന്ന് പറഞ്ഞ വിജയ് സാറിന്റെ ആദ്യത്തെ പടത്തിൽ കൂടെ കൂടിയ ഡ്രൈവറാണ്. ഇപ്പൊ വരെ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് കാണുന്ന ഡ്രൈവർ ആയിരിക്കില്ല നാളെ, അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ടാകും. പക്ഷെ ഇവിടെ ആ ഒരു മാറ്റങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ലെന്ന് ഈ തോന്നുന്നു. റിലേഷൻഷിപ്സിൽ ഒരു കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് അതെ, കീപ്പ് ചെയ്യുന്നു. പുള്ളിക്ക് അത് ഭയങ്കര കംഫർട്ട് സോണാണ്. പുള്ളിക്ക് ഒരു ക്യാരവൻ ഉണ്ട്. പുള്ളിക്ക് ഷൂട്ട് പോകുമ്പോൾ ആ ക്യാരവൻ തന്നെ വേണം. നമുക്ക് ഫീലിംഗ് ഹോം എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിക്ക് പുള്ളിയുടേതായ ചില കാര്യങ്ങൾ, ചിട്ടയും കാര്യങ്ങളും ഡയറ്റും അതേപോലെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിംഗ് പഞ്ച്വാലിറ്റി ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്, അമ്പരന്ന് പോയി നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പുള്ളിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും. കുറേ വർഷങ്ങളായിട്ട് പുള്ളിയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മാനിക് ഷാ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. പുള്ളിയും അതേപോലെ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ കൂടെ നിൽക്കുന്നവരെ കുറേ വർഷങ്ങളായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ പുള്ളിയുടെ ഡ്രൈവർ ഹാപ്പിയാണ്. പുള്ളിയുടെ ഡ്രൈവർക്ക് കൊച്ചുണ്ടായി, ആ ചെറുക്കൻ ഇന്ന് വലുതായി കല്യാണം കഴിഞ്ഞ് പൊളിറ്റിക്സിൽ ടാലൻറ്റഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പൊളിറ്റിക്സിൽ ഒരു MLA സ്ഥാനവും കൊടുത്ത് അങ്ങനെ വളരെ കംഫർട്ട് സോണിൽ അവരൊക്കെ അവരുടേതായ ആൾക്കാരെയും ജനങ്ങളെയും നല്ലപോലെ നോക്കണം എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഒരു ഫീലിംഗ് ഉള്ള ഒരു വ്യക്തിയാണ് വിജയ് സാർ ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് ഇപ്പോൾ തമിഴ്നാട് കിട്ടിയേക്കുന്നത്. വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയടക്കം പറയലുണ്ടായി, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് TVKയിൽ ചേരാൻ പോവുക, എനിക്ക് വിജയനെ അത്ര ഇഷ്ടമാണ്, പുള്ളി അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു നോർമലി ഏത് പൊളിറ്റീഷ്യൻ വന്നു കഴിഞ്ഞാലും വന്ന പാടെ മാറ്റങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പോൾ ഒരു കെട്ടുന്ന പാലമാണെങ്കിൽ അത് അവിടെ കിടക്കുന്നുണ്ടാവും, വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി അത് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഓൺ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുക. പുള്ളി ഡയറക്റ്റായിട്ട് ഇറങ്ങി എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ സോണിൽ പോയിട്ട് ജനങ്ങളോടൊരു CM ഡയറക്റ്റ്ലി പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് ചോദിക്കുന്നു എന്നുള്ളതൊക്കെ MGR സമയത്ത് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വിജയ് സാർ പീരീഡിൽ അത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളും അവരോട് വർക്ക് ചെയ്ത ഒരു സ്ഥിതിക്ക് ആളെക്കുറിച്ച് അറിയുന്ന ഒരു ഇതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ആക്ച്വലി നല്ലൊരു ഹ്യൂമൻ ബീങ് ആക്ച്വലി വിജയുടെ ഈ ഒരു ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് വന്നതിന് ശേഷം ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നെപ്പോട്ടിസം വഴി ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഓൾറെഡി നേരിടുന്നുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, വിജയ് വന്നിട്ട് ടാസ്ക് മാർക്കുകൾ സ്കൂളുകൾക്ക് അടുത്തുള്ള ടാസ്ക് മാർക്കെല്ലാം അടച്ചു പൂട്ടിയല്ലോ. അപ്പോൾ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഒരു 2 പെൺകുട്ടികൾ, ടാസ്ക് മാർക്കിൻ്റെ അടുത്ത് വീടുള്ള 2 കുട്ടികൾ, അവർ വൈകുന്നേരം 8 മണിക്ക് റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീടിന് പുറത്തിറങ്ങി ഈ നേരത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്. ദാറ്റ് വാസ് ആക്ച്വലി വെരി കൂൾ. സോ ലൈക്ക് കമ്മിങ് ബാക്ക് ടു പ്രണവ്, ഇപ്പം നരിവേട്ട എന്ന് പറയുന്ന സിനിമയിലത്തെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പം സംസാരിക്കുമ്പോൾ, പ്രണവിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, അതിൽ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ആക്സെന്റ് ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ടാണ് നിങ്ങളത് യൂസ് ചെയ്തിട്ടുള്ളത്. ആ കറക്റ്റ് അവിടുത്തെ, അതുകൊണ്ടാണ് തോന്നുന്ന ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചത് അവിടുത്തെ ആളാണെന്നുള്ളത്. സോ എങ്ങനെ ആ ഒരു ആക്സെന്റ് പിടിക്കാൻ പറ്റുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ വെരി, ഒരു നല്ല ആക്ടറിൻ്റെ ഒരു ഭയങ്കര ലക്ഷണമാണ് നല്ല ആക്സെന്റ് പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. ഇത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ അനുരാജ് ചേട്ടൻ പറഞ്ഞത്, അതായത് ഓഡിഷന് തന്ന പേപ്പറിൽ തന്നെ എനിക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇതെന്താന്ന് ചോദിച്ചു ഞാൻ. ഇഞ്ചാങ്കോ പോയിഞ്ചോ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ചേട്ടാ, ഇതെങ്ങനെ ഈ ഡയലോഗ് ഇതാണോ ഡെലിവറി ചെയ്യേണ്ടത്, ഇതാണ് അവരുടെ ഭാഷ, ഇതാണ് നീ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പത്തെ എനിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു ട്രൈ ചെയ്യാൻ പോകുന്നത്, അതെങ്ങാനും ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം മാറും. അവര് സിനിമ കാണാൻ ഇടയാകുമ്പോൾ എന്താ ഇവൻ പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വളരെ വൃത്തി നോക്കുന്ന ഒരാളാണ് ഞാൻ, പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരാഴ്ച മുന്നേ ആ ഡോഗിൻ്റെ കൂടെ ട്രെയിൻ ചെയ്യാൻ അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ വയനാട് കാട്ടിൻ്റെ അകത്ത് ഇവരുടെ വീട് എവിടെയാണോ അങ്ങോട്ട് പോയി ഇവരുടെ കമ്മ്യൂണിറ്റി പീപ്പിൾസിൻ്റെ കൂടെ തന്നെ ഒരാഴ്ച ട്രാവൽ ചെയ്തു ഞാൻ. അപ്പോൾ പ്രണവ് സ്വന്തമായിട്ട് ചെയ്തതാണോ? അല്ലല്ല, ടീമിൽ നിന്ന് തന്നെ നമ്മളെ കൊണ്ട് വിട്ടതാണ്. നമുക്ക് അങ്ങനെ പേഴ്സണലി കയറി പോകാൻ പറ്റുന്ന ഒരു കാർഡല്ല. അതും അവരുടെ സ്പേസും അങ്ങനെയല്ല, നമുക്ക് ആരെയും അറിയില്ലല്ലോ.
അപ്പോൾ ടീമായിട്ട് എന്നെയും ആര്യ ചേച്ചി ഉണ്ടായിരുന്നു, ജാനു ചെയ്ത. ആര്യ, യെസ്. അപ്പോൾ അവരും വന്നു. നമ്മളവരെ പോയി കാണുന്നു, അവരുടെ വീട്ടിൽ സാഹചര്യങ്ങൾ നോക്കുന്നു, അവരൊരു കൃഷി സ്ഥലം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നോക്കുന്നു, അവരുടെ ഇരിപ്പും ഭാവവും നടപ്പും. അവർ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ചിരിക്കുന്നൊരു ചിരിയുണ്ട്, നമ്മൾ ലോകത്ത് എവിടെയും കാണില്ല അങ്ങനത്തെ ഒരു ചിരി. അതായത് ഒരു ഫേക്ക് ഇല്ലാതെ നമ്മൾ ആരെങ്കിലും, ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ട് ആദ്യമായിട്ട് ചിരിക്കണമെങ്കിൽ പോലും നിങ്ങൾ ആരാണോ, നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചിരിക്കാവോ എന്ന് എനിക്ക് എന്തെങ്കിലും judgment ഉണ്ടാവും. ഉണ്ടാവും ഉള്ളിൽ. അതെ, പക്ഷെ അതൊന്നും ഇല്ലാതെ അവർ ചിരിക്കുന്ന ചിരിയിൽ നമ്മൾ വീണു പോകും. innocence. നമ്മൾ അത്രയും ഇന്നസെൻസ് ആയിട്ടാണ് അവർ ചിരിക്കുക. അപ്പോൾ ആ ചിരി തൊട്ട് ഞാൻ അതിൽ ആ കൊച്ചിനെ നോക്കി ചിരിക്കുന്ന ഒരു ചിരി, അതിലാണ് താമി ഒരു സ്ഥലത്ത് ചിരിക്കുന്നുള്ളൂ. That's അപ്പോൾ ആ very ചിരിയിലും ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഉം. പിന്നെ അവർ യൂസ് ചെയ്യുന്ന വെറ്റില, അടയ്ക്ക, അവരത് കിഴി കെട്ടി വെക്കുന്ന ഒരു രീതി, തോർത്ത് എപ്പോഴും അവരുടെ കയ്യിലുണ്ടാകും. നമ്മളിപ്പോൾ ഒരു ടിഷ്യൂ യൂസ് ചെയ്യുന്ന പോലെയാണ് അവർക്ക് തോർത്ത്. എല്ലാ കാര്യങ്ങൾക്കും താഴെ വിരിച്ചിരിക്കും, അതെടുത്ത് നേരെ കൈയും കാലും ഒക്കെ തുടയ്ക്കും, മുഖം തുടയ്ക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു അതാണ് ശരിക്കും മനുഷ്യർ. നമ്മൾ അതിന് ശേഷമല്ലേ ഡ്രസ്സിലേക്കും കോഡിങ്സിലേക്കും ഫാഷനിലേക്കും കാറും അപ്പാർട്ട്മെന്റ്സിലേക്കൊക്കെ കയറിയത്. ആദ്യം മരത്തിലും മണ്ണിലൊക്കെ തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ കാലം അവരുടെ കൂടെ അവിടെ ചെയ്യാൻ പറ്റി, വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എസ്പെഷ്യലി ലാംഗ്വേജ് നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് അതിൽ പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയാണ് അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേരെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കലും അവരുടെ സ്കൂളിലെ കലോത്സവങ്ങളുണ്ടെങ്കിൽ ലീഡ് ചെയ്തും കൊണ്ടുപോകലും വരവൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൺ അവിടെയുണ്ട്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഡേ ടു ഡേ നമുക്കിപ്പോൾ എന്താ ഡയലോഗ് എന്നുള്ള, എന്താ സിറ്റുവേഷൻ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിക്കും. അവരുടെ ഭാഷയിൽ അതെങ്ങനെയാണെന്നുള്ളത് പുള്ളി പറഞ്ഞു തരും. ഞാനത് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യും. പിന്നെ പെട്ടെന്ന് ഷൂട്ടിൽ നമുക്കിപ്പോൾ ഒരു ഇംപ്രൂവൈസേഷൻ വരുന്നുണ്ട്, എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞ് പയ്യൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവനോട് ചോദിക്കും, എടാ ഇപ്പോൾ തലമുട്ടാതെ ഇവിടെ ഇരിക്കണം എന്നുള്ളത് എങ്ങനെയാണ് പറയണ്ടേ, തലമുട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തലമുട്ടാൻ ചിരിഞ്ച്, അങ്ങനെ അവരുടേതായ ഒരു ലാംഗ്വേജ്. ഞാനിപ്പോൾ തെറ്റായിട്ടാണ് പറയുന്നത്, മറന്നുപോയി. അങ്ങനെ ആ കുഞ്ഞ് ചെറുക്കൻ പോലും പയ്യൻ പോലും നമുക്ക് പറഞ്ഞു തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് എവിടെ ആണെങ്കിലും ടെൻഷൻ ഇല്ല. അപ്പോൾ ഡയറക്ടർ ദൂരെ നിന്നൊരു ഷോട്ട് കമ്പോസ് ചെയ്യുന്നു, നീ ഈ ഡയലോഗ് പറയണേന്ന് പറയുന്ന സമയത്ത്, കാരണം ഡയറക്ടർ മൈക്കിൽ കേൾക്കും ഇത് ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, ഞാൻ കാണാൻ കൂടാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്ക് കേൾക്കും. ഈ നെപ്പോ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്നൊരു പുതുമുഖ നടന് എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ, ഇന്ത്യയിലെ സിനിമ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ഏത് രീതിയിലാണ് എന്ന് പ്രണവ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഓരോ അതായത് ഷൂട്ടിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചായിരുന്നു, എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഈ ഇൻഡസ്ട്രീസ് തമ്മിൽ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഹിന്ദി, ബോളിവുഡിൽ നിന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ബോളിവുഡ് നെപ്പോട്ടിസത്തിനെ കുറിച്ചും അവിടെയുള്ള സ്റ്റാർ വാല്യൂ ഉള്ളൊരു നല്ല ഒരു ആർട്ടിസ്റ്റ് ചെറുതായിട്ട് വരുന്ന ബഡ്ഡിങ് ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മളത് അനുഭവിച്ചിട്ടില്ല. ബട്ട് അതേ സോണ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ഞാൻ അങ്ങനെയുള്ള സോണിലേക്ക് ചെന്ന് ഇതുവരെ പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ ഈ ചുറ്റുപാടും നമ്മുടെ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ കണ്ടുപോകുന്ന കാരണം നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു ഒഴുക്കിൽ. അപ്പോൾ അത് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എപ്പോഴും, എങ്ങനെയാണ് ചേട്ടാ സിനിമയിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അവരോടൊന്നും മറുപടി പറയാതെ റിപ്ലൈ ചെയ്യാതെ അവനാരാ എന്ന് ചിന്തിക്കുന്ന ഒരാളെ അല്ല. ഞാനിതുപോലെ എന്തോരം പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം ചിന്തിക്കുക. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് എന്താ, എനിക്ക് അയാളെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഡയറക്ടർ അടുത്ത് ചാൻസ് മേടിച്ച് കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ചാൻസ് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഒരാളെ കൊണ്ടുപോകാം, സജസ്റ്റ് ചെയ്യാം, കൺസിഡർ ചെയ്യാം, റെഫർ ചെയ്യാം. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയുക, നല്ല കാസ്റ്റിംഗ് കോൾസ് ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറയുക. ഇതുപോലെ ഞാൻ ചെയ്യുന്ന റൊട്ടീൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ സംസാരിച്ച് നോക്കൂ, പ്രൊഫൈൽ വെച്ച് സംസാരിച്ച് നോക്കൂ, കിട്ടും. പണ്ടത്തെ പോലെ ശ്രീനിവാസൻ സാറും അവരൊക്കെ ഉള്ള സമയത്ത് ഫോട്ടോ എടുത്തിട്ട് ഓരോ ഓഫീസായിട്ട് പോയി നിൽക്കുന്ന പോലെ ഇപ്പം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഫോണുണ്ട്, ഫോണിൽ നമ്മൾ അയക്കുന്ന മെസ്സേജസിന് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക, അത് റിപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഒരു ടാലൻറ്റ് വെച്ച് നിങ്ങളത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നെപ്പോട്ടിസം എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ജനറേഷൻസ് മാറി വരുമ്പോൾ
അതിനുള്ള സാഹചര്യങ്ങൾ കുറയുന്നതിൽ അതിശയമില്ല. പിന്നെ നെപ്പോട്ടിസം ഉള്ളപ്പോൾ തന്നെ ഇപ്പൊ ഈ ഹാഷിറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ നല്ല ഉവ്വ്. സ്റ്റാർ വാല്യൂല് കയറി വരുന്ന അതും അപ്പുറത്തെ അതും സൈഡിൽ 2 സോണുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ നമ്മളെ ഒരു നല്ല പ്രൊജക്റ്റ് കഴിഞ്ഞാലും നമ്മളെ ഒരു നല്ല വാക്കിന് പോലും അത് പറയണമെന്ന് അവർക്ക് ആവശ്യമില്ല. ബട്ട് എങ്കിലും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരിതിൽ ഒരു കൺസിഡറേഷനിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാത്ത ഒരുപാട് പേര് ഇനിയും ഉണ്ട്. പക്ഷേ നമുക്ക് ദൈവം സഹായിച്ച് ഓരോരോ രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ബ്രോ ഞാനത് കണ്ടു, നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ലോ, ഇനിയും നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറയുന്ന മനുഷ്യരും ഡയറക്ടേഴ്സിൻ്റെ അതേ ഫീൽഡിൽ തന്നെ സംസാരിക്കുന്നവരുണ്ട്. നമുക്കത് മതി. നമുക്ക് എവിടെ നിന്നൊരു നല്ല കമൻറ്റ് കിട്ടുന്നോ നമ്മൾ ആ ബൂസ്റ്റ് എടുക്കുക, അതിൽ നിന്ന് നമ്മൾ ഓടാൻ നോക്കുക. നമ്മളിതുപോലെ നമ്മളെ കാണാത്തവർ നമ്മളെ കാണണം, നമ്മളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം, അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് തന്നെ ഓടുക. അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് ഈ സിനിമയിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഫെയർ ഇൻഡസ്ട്രി ആയിട്ട് ചില നേരത്ത് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോളിവുഡിൽ തന്നെ അവിടുത്തെ ലൈറ്റ് മാൻമാരൊക്കെ സമരത്തിലാണ്. അതായത് ഇവർ യൂണിറ്റ് വണ്ടി ആയിരിക്കും ഏറ്റവും ആദ്യം സെറ്റിലെത്തും. ഇവർക്ക് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടിയിട്ട് ഇവർ ലൈക്ക് 24 hours വർക്ക് ചെയ്തിട്ടും ഇവർക്ക് ഭയങ്കര ചെറിയ സാലറിയാണ് കിട്ടുന്നത്. ചിലപ്പോൾ ചില സമയത്ത് ചിലർക്ക് സാലറി പോലും കിട്ടില്ല. അപ്പം ആ ഒരു രീതിയിൽ ഇതൊരു അൺഫെയർ ഇൻഡസ്ട്രി ആയിട്ട് എപ്പോഴെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? സിനിമാ മേഖലയിൽ മാത്രമല്ല വേറെ ചില സോൺസിലും ഇത് നടക്കാറുണ്ടാകുമായിരിക്കാം. എനിക്കറിയത്തില്ല. പേഴ്സണലി ഞാൻ അങ്ങനെയുള്ള സോൺസിലൊന്നും ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനായിട്ട് ആരെങ്കിലുമൊക്കെ ഒരാൾ എവിടെന്നെങ്കിലൊക്കെ വരും. ആ ഒരു ടൈം ആവുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ തമിഴിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡല്ല ഒരു ആർട്ടിസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സോൺ ഉണ്ടായിരുന്നു. വിജയകാന്ത് സാർ ഉള്ളിലേക്ക് വന്ന ശേഷം ഒരു ദിവസം നോക്കുന്ന സമയത്ത് അവരുടെ പാത്രത്തിൽ കഞ്ഞിയും പയറും ഇവരുടെ പാത്രത്തിൽ കോഴിക്കാലും മട്ടൻ ചാപ്സും കണ്ടപ്പോൾ എക്സാമ്പിൾ പറയുക, അങ്ങനെ കണ്ടപ്പോൾ പുള്ളിക്കുള്ളൊരു ദേഷ്യമാണ്. ഇന്ന് സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്ലേറ്റ്സിലും ഒരേ ഫുഡായിരിക്കും. തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓഫ് ഉണ്ട് തോന്നുന്നു. അവിടെ ഞായറാഴ്ച ഓഫാ, ഡബിൾ വേട്ട കൊടുത്താൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ അങ്ങേർക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ നാളെ ഇവിടെ ഒരു ചേഞ്ച് വരുത്താൻ നമ്മളെ കൊണ്ടും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ കൊണ്ട് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സർക്കിളിലുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതാണ്. ഒരു സിനിമാ നടനെ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് എന്നെ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ചായക്കടയിൽ കണ്ടുവന്ന് വരും. ഇയാളല്ലേ ഈ പടത്തിൽ അഭിനയിച്ചത് ബ്രോ, സംസാരിക്കാൻ മടിച്ചു നിൽക്കണവരുണ്ടാവും. അങ്ങനെയുള്ളവരടുത്ത് ഞാൻ തന്നെ പോയി സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് വരിക. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ കാരണം, സ്ക്രീനിൽ നമ്മളെ കാണുന്ന കാരണം നമ്മൾ ആരുമല്ല. നമ്മളെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സോ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനാണ് അങ്ങനെ. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ളൊരു മേഖലയായത് കാരണം നമ്മളങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാലും അവരെ തീരെ അവോയ്ഡ് ചെയ്യാതെ അവർക്ക് ജസ്റ്റ്, ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ ഈ ഒരു സിനിമ റിലീസായി ഒരാഴ്ചയായിട്ട് ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. മെസ്സേജസ് മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ലൈക്കെങ്കിലും കൊടുക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരു പേഴ്സണാണ് ഞാൻ. സോ നമ്മളെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് മാറും, മാറ്റങ്ങൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹാഷിറിനെ പോലുള്ളവർ വരികയാണെന്നുണ്ടെങ്കിൽ ഹാഷിർ നാളെ ഇനി ഒരാളെ ഉള്ളിലേക്ക് കയറ്റാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും. അവർക്ക് ആ സ്ഥലത്ത് എത്തണം ആദ്യം. അതിനു മുമ്പ് ചിലപ്പോൾ മാറ്റാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. അവർ മാറാതിരുന്നാൽ മതി. അവർ ആ ഒരു മാറ്റ സോണിലേക്ക് പോവാതെ അവരായിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ കൊണ്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം 13 വർഷമായിട്ട് സിനിമയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പം കുറച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ വരുന്നു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരുപാട് പേരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലൈക്ക് ഭയങ്കര നിരാശ തോന്നുമല്ലോ ഒരു പോയിന്റിലൊക്കെ, നമുക്ക് ഇത് നടക്കുമോ, അത് നമ്മളെ കൊണ്ട് പറ്റുമോ, നമുക്കൊക്കെ ഇതിൽ ഒരു സ്ഥാനം ഉണ്ടാവോ എന്നങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ബാക്കപ്പ് ഇല്ലാതെ വരുന്ന ആരാണെങ്കിലും ആ ഒരു സോണിലൂടെ എന്തായാലും കടന്നു പോകും. അത് ഞാൻ ഇന്നലെ കടന്നുപോയി. ചിലപ്പോൾ ഇനി അത് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ നല്ല നല്ല സിനിമകൾ ചെയ്ത ശേഷവും നമ്മളൊരു നല്ല പോയിന്റിലേക്ക് വന്ന ശേഷവും അവഗണനകൾ ഒരുപാട് നേരിടേണ്ടി വരുന്ന ഒരു മേഖല തന്നെയാണിത്. അപ്പോൾ നമ്മളതൊന്നും കെയർ ചെയ്യണ്ട. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ
നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2 ജീവൻ അവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു സമയത്തടക്കം DC കഴിഞ്ഞിട്ട് എന്നെ കുറേ പേര് വിഷ് ചെയ്തു എന്നുണ്ടെങ്കിലും മീഡിയ പേഴ്സൺസ് കുറച്ച് പേര് എൻ്റെ അടുത്ത് ബ്രോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും, എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, നരിവേട്ടയ്ക്ക് ഞങ്ങളാദ്യം നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തത്, ഇതിന് നിങ്ങൾ വന്നോ, ധൈര്യമായിട്ട് വന്നോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു 2-3 ടീംസ് ഉണ്ടാവുമല്ലോ, അവർ മതി നമുക്ക്, അവർ വഴി കാണുന്നവർ കണ്ടാൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാനൊരു ദിവസം നമ്മൾ അവഗണിക്കുന്നവരുടെ അടുത്ത് അവരുടെ കൺമുമ്പിലൂടെ നമ്മൾ കടന്നു പോകും. അവർ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, നമുക്ക് ദേഷ്യമോ മുഷിപ്പോ ഒന്നും കാണിച്ച് നിൽക്കാൻ പറ്റിയ ഒരു മേഖലയല്ല. നമുക്ക് മുഖവും തിരിച്ച് പോകാൻ പറ്റില്ല. ഇന്ന് ഞാൻ അവരോട് വഴക്കിട്ട് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ആ സെറ്റിൽ അവരെ തന്നെ വീണ്ടും കാണേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, എനിമീസ് ഇല്ല എന്ന് വലിയൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, എവിടെയോ ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും എനിമീസ് ഒന്നും ഇല്ലാതെ സന്തോഷപൂർവ്വം കിട്ടിയ ഒരു കുഞ്ഞു ജീവിതം ജീവിച്ചു പോവുക എന്നുള്ളൊരു മൈൻഡിൽ എല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. യുദ്ധവും വെടിവെപ്പും കൊല്ലലും ഒന്നും ഇല്ലാതെ അങ്ങനെ പോവാ, അല്ലേ? വയലൻസ് സിനിമയിൽ മാത്രം. അതെ, അതത്രേ ഉള്ളൂ. അത് നമ്മൾ എന്റർടൈനിങ് പേർപ്പസ് അല്ലേ. നമ്മളെ കൊണ്ട് എല്ലാവരും ഇപ്പൊ AK-47 എടുത്ത് ദാസ് ചെയ്യുന്ന പോലെ നമുക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ തന്നെ നമ്മളെ കൊണ്ടുപോയി തൂക്കിലിട്ടില്ലേ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നവരെയാണ് സിനിമ അങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നത്. അത് സിനിമയായിട്ട് വലിയ ഇൻഡസ്ട്രി ആകുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം അങ്ങനെ പേഴ്സണൽ ആക്കണ്ട. അതെ, നമ്മുടെ ആ ഒരു അവിടുത്തെ പോയിന്റ് കഴിഞ്ഞോ, നമ്മളടുത്ത് നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റക്കാകാതെ ആരെയും മുഷിപ്പിക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കൊണ്ട് നമ്മളങ്ങ് പോവുക. നമ്മളൊരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 4 പേരെ നമ്മൾ സഹായിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം എന്തായാലും നല്ല രസമായിരുന്നു പ്രണവിനോട് സംസാരിക്കുന്നത്. അപ്പം മാനിഫെസ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എന്താണ് ഇനി ഫ്യൂച്ചറിനെ കുറിച്ചുള്ള മാനിഫെസ്റ്റേഷൻസ്? ആരുടെയൊക്കെ കൂടെ അഭിനയിക്കണം, ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം? ഫ്യൂച്ചർ മാനിഫെസ്റ്റേഷൻ ആക്ച്വലി വലിയ മാനിഫെസ്റ്റേഷനൊക്കെയാണ്. നല്ല നല്ല സിനിമകൾ, വലിയ മാനിഫെസ്റ്റേഷൻസ് ഒന്നുമില്ല. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കുഞ്ഞു കുഞ്ഞു മാനിഫെസ്റ്റേഷൻസ് ആണ്. പിന്നെ നമുക്ക് ഓരോ പ്രോജക്ട്സ് വരുമ്പോൾ വിചാരിക്കും എന്ത് നല്ല പ്രൊജക്റ്റാണ്, നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വിചാരിക്കും അടുത്ത പടത്തിൽ നിങ്ങളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അതിനുള്ള പ്രോസസ്സും ഞാൻ ചെയ്യും കേട്ടോ. വെറുതെ മാനിഫെസ്റ്റേറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അതിനുള്ള പ്രോസസ്സ് എന്താണോ അത് ഞാൻ ചെയ്യും. ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ജോണറിലൊരു ഫോട്ടോഷൂട്ട്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അവർക്ക് അയക്കും. പറ്റുവാണെങ്കിൽ അവരുടെ അസോസിയേറ്റ്സിൻ്റെ അടുത്തൊക്കെ കണക്ഷനിലുണ്ടാവും. വിടില്ല ഞാൻ, കാലേ പിടിച്ച വള്ളിയെ പോലെ ഇങ്ങനെ വിടില്ല ഞാൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് കടന്നു പോകുമ്പോൾ നമുക്കുള്ളത് കറക്റ്റായിട്ട് ഒരിടത്ത് എത്തുമ്പോൾ എത്തും. അങ്ങനെയുള്ള ഒരു ഓട്ടത്തിലാണ്. എന്തായാലും ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ സത്യമായിട്ട് വരട്ടെ, എല്ലാം നടക്കട്ടെ. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. ഭയങ്കര നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇത് സിനിമയിൽ വലിയൊരു താരമായി, വലിയൊരു ആർട്ടിസ്റ്റായിട്ട് തന്നെ വരട്ടെ. അപ്പോൾ ഇത്ര നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അടുത്ത തവണ ദളപതിയെ കാണുമ്പോൾ എന്റെ കാര്യം പറയണം. അതെ, കാണാൻ പറ്റട്ടെ എന്ന് ഞാനും മാനിഫെസ്റ്റേറ്റ് ചെയ്യുന്നു. കാണാൻ പറ്റുവാണെങ്കിൽ എന്തായാലും പറ്റുമോ പറയാം, തീർച്ചയായിട്ടും പറയാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസിഡറേഷൻ. നമ്മളെ പോലെ വളർന്നു വരുന്ന ആർട്ടിസ്റ്റിന് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും ഊർജ്ജം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ പേജിൽ ഇടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്നെ അറിയാത്തവർ പോലും ഈ ചെറുക്കനാന്നുള്ളത് കണ്ടുപിടിച്ച് ഇന്ന് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നതും. ഇപ്പം ഈ ചാനൽ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വേറൊരു ചാനൽ നമ്മളവരെ മിസ് ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതോറുമാണ് നമ്മളും വളരുക, നമ്മുടെ കൂടെയുള്ളവരും വളരുക എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. മാഡിസത്തിന്റെ ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഞാനത് എല്ലാ ഇന്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇനിയൊരു നല്ല പ്രൊജക്ട് ചെയ്യാൻ പറ്റട്ടെ, നല്ലൊരു ടോക്കുമായിട്ട് നമുക്ക് ഇനിയും സംസാരിക്കാൻ പറ്റട്ടെ എന്ന്. താങ്ക് യു സോ മച്ച്.